പ്രമുഖ നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള OBY എന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേവലം ഒരു തട്ടിപ്പിൽ ഒതുങ്ങുന്നില്ല. വിശ്വാസവഞ്ചനയും സൈബർ കുറ്റകൃത്യങ്ങളും നിയമ പോരാട്ടങ്ങളും ഒരുപോലെ ഇഴചേർന്ന് നിൽക്കുന്ന ഈ സംഭവം ബിസിനസ് ലോകത്തെ യുവ സംരംഭകർക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സ്ഥാപനത്തിലെ വിശ്വസ്തരായ ജീവനക്കാർ തന്നെ തട്ടിപ്പ് നടത്തിയെന്ന ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെയാണ്. ദിയ കൃഷ്ണയുടെ പരാതി അനുസരിച്ച് സ്ഥാപനത്തിലെ 3 ജീവനക്കാരായ ദിവ്യ, രാധാകുമാരി, വിനീത എന്നിവർ ചേർന്നാണ് 69 ലക്ഷം രൂപ തട്ടിയെടുത്തത്. തട്ടിപ്പിന് ഇവർ ഉപയോഗിച്ചത് അതിവിദഗ്ധമായ ഒരു മാർഗമായിരുന്നു. ഉപഭോക്താക്കൾ പണം അടയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന QR കോഡ് രഹസ്യമായി മാറ്റി സ്ഥാപിച്ചു. ഇതുവഴി സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തേണ്ട പണം തങ്ങളുടെ വ്യക്തിപരമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെടുത്തു. ഒരു ദിവസം 2 ലക്ഷം രൂപ വരെ ഇവർ ഈ രീതിയിൽ തട്ടിയെടുത്തതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ചെറിയ ശമ്പളമുള്ള ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്രയും വലിയ തുകകൾ എത്തിയപ്പോൾ തന്നെ സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. തട്ടിപ്പ് പുറത്തായപ്പോൾ പ്രതികൾ രക്ഷപ്പെടാൻ ഒരു കൗശലപരമായ വാദവും മുന്നോട്ട് വെച്ചു. സ്ഥാപനത്തിന്റെ ഉടമയായ ദിയ കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ QR കോഡ് മാറ്റിവെച്ചതെന്നായിരുന്നു അവരുടെ വാദം. ഇത് നികുതി വെട്ടിപ്പിന് വേണ്ടിയാണെന്നും പിൻവലിച്ച പണം ATM വഴി ക്യാഷായി ദിയയ്ക്ക് തിരികെ നൽകിയിരുന്നത് പതിവായിരുന്നുവെന്നും അവർ ആരോപിച്ചു. ഈ കള്ളവാദം കേസിനെ വഴിതിരിച്ചുവിടാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇത് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നുവെന്ന് പ്രതികൾ സമ്മതിക്കുകയുണ്ടായി. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണം കേസിന്റെ ഗതി മാറ്റിമറിച്ചു. തട്ടിപ്പ് സ്ഥിരീകരിച്ച ശേഷം പ്രതികളുമായി സ്ഥാപനത്തിൽ തെളിവെടുപ്പും നടത്തി. എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് അവർ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വിശദീകരിച്ചു. ഈ പണം ഉപയോഗിച്ച് പ്രതികൾ സ്കൂട്ടറുകളും സ്വർണ്ണാഭരണങ്ങളും വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. രാധകുമാരിയുടെ സ്കൂട്ടർ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലും എടുത്തു. മറ്റ് പ്രതികൾ തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വർണം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചിരിക്കുകയാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഈ സ്വർണം കണ്ടുകെട്ടുന്നതിനായി ക്രൈംബ്രാഞ്ച് DYSP ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നോട്ടീസും അയച്ചു. ഈ വസ്തുക്കൾ വിൽക്കുകയോ ക്രയവിക്രയം ചെയ്യുകയോ ചെയ്യരുതെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ദിവസവും 3 പേരും തുല്യമായി വീതിച്ചെടുക്കുകയായിരുന്നു പതിവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർന്നതിന് പിന്നാലെ പ്രതികൾ ദിയ കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ച് ഒരു കൗണ്ടർ കേസും നൽകിയിരുന്നു. തട്ടിപ്പിനെ കുറിച്ചുള്ള പരാതിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു അതെന്ന് പിന്നീടും വ്യക്തമായി. എന്നാൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവയെല്ലാം ജീവനക്കാർക്ക് എതിരായിരുന്നു. തട്ടിപ്പ് നടത്തിയ 3 പേരിൽ രാധകുമാരിയും വിനീതയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. എന്നാൽ കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ ദിവ്യയെ ഇനിയും പിടികൂടാനായിട്ടില്ല. ദിവ്യയെ പിടികൂടുന്നതോടെ ഈ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഈ കേസ് യുവ സംരംഭകർക്ക് നൽകുന്ന പാഠങ്ങളും വളരെ വലുതാണ്. വിശ്വസ്തരായ ജീവനക്കാരെ മാത്രം ആശ്രയിച്ചുള്ള സാമ്പത്തിക ഇടപാടുകൾ എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. QR കോഡ് പോലുള്ള ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഓഡിറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. QR കോഡ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടുമായി തന്നെ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും ഒരാളെ മാത്രം ഏൽപ്പിക്കാതെ മേൽനോട്ടത്തിനും പരിശോധനയ്ക്കും കൂടുതൽ ആളുകളെ ചുമതലപ്പെടുത്തുക. ജീവനക്കാരെ നിയമിക്കുമ്പോൾ അവരുമായി നിയമപരമായ കരാറുകൾ ഏർപ്പെടുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും. തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനും നിയമ സംവിധാനത്തിനും പരാതി നൽകാൻ മടിക്കരുത്. ദിയ കൃഷ്ണയുടെ ഈ അനുഭവം ഒരു ബിസിനസ് ഉടമയ്ക്ക് ജീവനക്കാരെ എത്രത്തോളം വിശ്വസിക്കാമെന്നും സുരക്ഷാ സംവിധാനങ്ങളിൽ എത്രത്തോളം ശ്രദ്ധിക്കണമെന്നും ഉള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. തട്ടിപ്പുകാർക്കെതിരെ നിയമം ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും അത്യാവശ്യമാണ്.